ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന അബ്രഹാം എന്നാണ് ക്രിസ്ത്യാനികൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് പറയാറുള്ളത്. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പിതാവ് ആസർ ഒരു ബിംബ കച്ചവടക്കാരനും ബിംബ ആരാധകനുമായിരുന്നു. അങ്ങനെ ഇനി മഹ്ശറ നാളിൽ അള്ളാഹുവിൻ്റെ വിചാരണ നടക്കുന്ന വേളയിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തൻ്റെ പിതാവായ ആസറിനെ കണ്ടുമുട്ടുന്ന ഒരു രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തു. അത് ഇതാണ്: ആസറിനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കാണും. അപ്പോൾ ആസറിൻ്റെ മുഖത്ത് ചളിയൊക്കെ പുരണ്ട് ഒരു ജാതി കരിവാളിച്ച രൂപത്തിലായിരിക്കും, ഒരു വിരൂപരൂപത്തിലാണ് കാണുക. അപ്പോൾ അള്ളാഹുവിനോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയും: അള്ളാഹുവേ, നീ എന്നെ ഖിയാമത്ത് നാളിൽ മഹ്ശറയിൽ വെച്ച് അപമാനിക്കുകയില്ല എന്നാണ് നീ എന്നോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്ന് പറയും. അപ്പോൾ അള്ളാഹു തആല പറയും: ഇബ്രാഹിം, സത്യനിഷേധികൾക്ക് ഉള്ളതല്ല സ്വർഗം, സത്യവിശ്വാസികൾക്കുള്ളതാണ്. സത്യനിഷേധികൾക്ക് സ്വർഗം ലഭിക്കുകയില്ല എന്ന് പറയും. അങ്ങനെ ആ സംസാരം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് പറയും: എന്താണ് ഇബ്രാഹിമെ നിൻ്റെ കാലിനരികിൽ എന്ന് ചോദിക്കും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാട്ടുപൂച്ച പോലെയുള്ള ഒരു ഭീകരരൂപി, മാത്രമല്ല കറുത്തിരുണ്ട് ഒരു വല്ലാത്ത ചളിയൊക്കെ പുരണ്ട രീതിയിൽ ഒരു ഭീകരരൂപിയെ കാണും. അപ്പോൾ അതിനെ ഉടനെ തന്നെ എടുത്ത് എറിയപ്പെടും. അത് ഏറിലായി ചെന്ന് വീഴുന്നത് നരകത്തിലാണ്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലമിൻ്റെ പിതാവായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലേക്ക് വിഷമമില്ലാതിരിക്കാൻ വേണ്ടി പിതാവിൻ്റെ രൂപം മാറ്റിക്കളഞ്ഞു. മറ്റൊരു ജീവിയുടെ രൂപമായാൽ ഭീകര ജീവിയുടെ രൂപമായി കഴിഞ്ഞാൽ അതിനെ എടുത്തെറിയുമ്പോൾ ഒരു വിഷമമൊന്നും ഉണ്ടാവില്ലല്ലോ. അതേ സ്ഥാനത്ത് പിതാവിനെ ആവുമ്പോൾ അതൊരു വിഷമമാണ്, അഭിമാനക്ഷതമാണ്. അപ്പോൾ പിതാവിനെ ഈ മറ്റൊരു ജീവിയാക്കി മറിച്ചുകൊണ്ടാണ് അള്ളാഹു തആല നരകത്തിലേക്ക് എറിയപ്പെടുന്നത്. ഇനി അതേപോലെ ഈ ആത്മഹത്യ ചെയ്തവരെ നരകത്തിലേക്ക് എറിയപ്പെടുകയും നരകത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കുറേ കാലം നരക ശിക്ഷ അനുഭവിച്ച ശേഷം അത് എത്ര നല്ല ആൾ ആത്മഹത്യ ചെയ്താലും ഷഹാദത്ത് കലിമ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ചങ്കിൽ കയറിട്ടാണ് മുറുക്കിയാലും ആത്മഹത്യയാണ്, അവൻ നരകത്തിലാണ്. എത്ര ആബിദാണെങ്കിലും നരകത്തിലാണ്. ആ നരകത്തിൽ നിന്ന് അവർക്ക് മോചനം കിട്ടും കുറച്ച് കാലം കഴിഞ്ഞാൽ. അപ്പോൾ അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു രൂപമുണ്ട്. എങ്ങനെയാണത് എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.